നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടുന്നു. നടപടി സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത്. പാലാ പൊൻകുന്നം റൂട്ടിൽ കുമ്പാനിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുകൾ കൂട്ടിയിടിച്ചു. 8 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ശബരിമലയിൽ മണ്ഡലപൂജ ബുധനാഴ്ച. സന്നിധാനത്ത് ഭക്തജന തിരക്കേറി. തങ്കഅങ്കി പേടകം സന്നിധാനത്തെത്തി. വാർത്തകൾ വിശദമായി. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും. 2016 മെയ് മാസം മുതൽ 13 അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരന് വീണ്ടും ഇടുത്തിയായി സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടുന്നു. സബ്സിഡി സാധനങ്ങളായ അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളക്, കടല, ചെറുപയർ, വൻപയർ, ഉഴുന്ന് എന്നിങ്ങനെ 13 ഇനങ്ങൾക്കാണ് വില കൂടുന്നത്. വില കൂടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭയോഗം പരിഗണിച്ചേക്കും. 2016 മെയ് മുതൽ 13 അവശ്യ സാധനങ്ങൾക്ക് ഒരേ വിലയായിരുന്നു ഈടാക്കിയിരുന്നത്. സർക്കാരിന്റെ പ്രധാന നേട്ടമായി കണക്കാക്കിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട്. ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം, അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനവില്ലാതെ വേറെ വഴിയില്ലെന്നാണ് സർക്കാർ നിയോഗിച്ച 3 അംഗ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പൊൻകുന്നം റോഡിൽ കുമ്പാനിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുകൾ തമ്മിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ശബരിമല പാതയിൽ ബസ് അപകടം, 8 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ കൂമ്പാനിയിലാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. ആന്ധ്രയിൽ നിന്നും ശബരിമലയിലേക്ക് പോയ ബസ്സും ദർശനം നടത്തി തിരികെ കർണാടകത്തിലേക്ക് പോയ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. 2 ബസ്സുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ ബുധനാഴ്ച നടക്കും. സന്നിധാനത്ത് ഭക്തജന തിരക്കേറി. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്ത് വൈകിട്ട് എത്തിച്ചേർന്നു. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ ബുധനാഴ്ച നടക്കും. രാവിലെ 10:30 11:30 ഇടയിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജ സമയത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേർന്നു. തുടർന്ന് വൈകുന്നേരത്തോടെ തങ്കഅങ്കി പേടകം ശബരിമല സന്നിധാനത്തെത്തി. ബുധനാഴ്ച നടക്കുന്ന മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് ശബരിമല നട അടയ്ക്കും. പിന്നീട് മകരവിളക്ക് ഉത്സവത്തിനായി 30-ാം തീയതി വീണ്ടും നട തുറക്കും. മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി 13 വൈകിട്ട് പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും. ജനുവരി 14 രാവിലെ ബിംബശുദ്ധിക്രിയകളും നടക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46 മകരസംക്രമ പൂജ. അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന ശേഷം തിരുവാഭരണം സ്വീകരിക്കൽ, തിരുവാഭരണം ചാർത്തി ദീപാരാധന, അയ്യപ്പ ജ്യോതി ദർശനം എന്നിവ നടക്കും. 15, 16, 17, 18, 19 തീയതികളിൽ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ജനുവരി 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 21 രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം നടക്കും. തുടർന്ന് നട അടയ്ക്കും. ന്യൂസ് ബ്യൂറോ, എരുമേലി. ശബരിമലയിൽ ഡിസംബർ 25 വരെ മൊത്തം നടവരവ് 204.30 കോടി രൂപ. കാണിക്കയായി 63,89 ലക്ഷം രൂപ ലഭിച്ചു. ശബരിമലയിൽ മണ്ഡലകാലം 39 ദിവസം പിന്നിടുമ്പോൾ നടവരവ് 204.30 കോടി രൂപ. ഡിസംബർ 25 വരെയുള്ള മൊത്തം നടവരവ് 204,30,76,704 രൂപയാണ്. കുത്തക ലേലം, കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും മണ്ഡലപൂജ, മകരവിളക്ക് ഉത്സവം സംബന്ധിച്ച സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. കാണിക്കയായി ലഭിച്ചത് 63,88,10,10,320 രൂപയാണ്. അരവണ വിൽപ്പനയിൽ 96,32,44,610 രൂപയും, അപ്പം വിൽപ്പനയിൽ 12,38,76,720 രൂപയും ലഭിച്ചു. മണ്ഡലകാലം തുടങ്ങി ഡിസംബർ 25 വരെ ശബരിമലയിൽ 31,43,163 പേരാണ് ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ 25 വരെ 7,25,049 പേർക്കായി സൗജന്യമായി ഭക്ഷണം നൽകി. പമ്പ ഹിൽ ടോപ്പിൽ 2000 ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ, എരുമേലി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് വാഴൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര ജലോത്സവം വേറിട്ട അനുഭവം സമ്മാനിക്കുന്നു. വാഴൂർ പോത്തൻപ്ലാക്കൽ മൂലയിൽ ചെക്ക് ഡാമിലാണ് നക്ഷത്ര ജലോത്സവം നടക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസവും പ്രാദേശിക വിപണികളും കൈകോർത്താണ് വാഴൂരിൽ നക്ഷത്ര ജലോത്സവം നടത്തുന്നത്. വാഴൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പോത്തൻപ്ലാക്കൽ മൂലയിൽ ചെക്ക് ഡാമിൽ നടക്കുന്ന നക്ഷത്ര ജലോത്സവത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. തുടർച്ചയായ 3-ാം വർഷമാണ് ഇവിടെ നക്ഷത്ര ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടവഞ്ചി യാത്ര, കയാക്കിംഗ്, വള്ളംകളി, റിവർ ക്രോസിംഗ് തുടങ്ങിയവയും വിവിധ കലാപരിപാടികളും ജലോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കർണാടകയിലെ ഹൊഗനക്കലിൽ നിന്നാണ് കുട്ടവഞ്ചിയും ആർപ്പൂക്കരയിൽ നിന്നും തിരുവാർപ്പിൽ നിന്നും എത്തിച്ച വള്ളവുമാണ് ഉപയോഗിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് കയാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവാതിര, ഒപ്പന, മാർഗംകളി, വയലിൻ ഫ്യൂഷൻ തുടങ്ങിയ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നക്ഷത്ര ജലോത്സവം ഈ മാസം 30-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് നിറവ് ഇളംകുളം KV LPG സ്കൂളിൽ ആരംഭിച്ചു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ മാത്യു അധ്യക്ഷനായി. വോളണ്ടിയർ ക്യാപ്റ്റൻ മനു K മനോജ്, NSS വോളണ്ടിയർ യദുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടീമുണ്ടാകും. ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ ക്യാമ്പുകളും NSS ക്യാമ്പുകളെല്ലാം തന്നെ പോകുന്നത്. 50ഓളം സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായി 2017 കുവൈറ്റിൽ രൂപം കൊണ്ടതാണ് കുവൈറ്റ് ചേംബർ കോറൽ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീത ഉപകരണങ്ങളും കലാകാരന്മാരും അക്വസ്റ്റിക് അകമ്പടി നൽകുന്നു. ദക്ഷിണേന്ത്യയിൽ ഡിസംബർ 26 മുതൽ 5 വേദികളിൽ വിവാൾഡിയുടെ പ്രസിദ്ധമായ ഗ്ലോറിയ, ഹാരിയറ്റ് ബുഷ്മാന്റെ സംഗീത രചനകൾ എന്നിവ അവതരിപ്പിക്കും. ഡിസംബർ 28-ന് കോട്ടയം CMS കോളേജ് ചാപ്പലിലാണ് പരിപാടിയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതൊരു 18th century 17th സെഞ്ചുറിയിലുള്ള കോമ്പോസിഷൻസ് ഒക്കെയാണ്. മൊസാർട്ട്, ബാക്ക്, വിവാൽഡിയുടെ ഒക്കെ. നമ്മളിപ്പോൾ ചെയ്യുന്നത് വിവാൽഡിയുടെ ഒരു മ്യൂസിക് കോമ്പോസിഷനാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു അറൗണ്ട് 40 minutes ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഒരു ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. ഇത് ആസ്വദിക്കുന്ന ഒരു കൂട്ടരുണ്ട്, പക്ഷെ അതൊരു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കീബോർഡൊക്കെ ശരിക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന, നൊട്ടേഷൻ പഠിക്കുന്ന പിള്ളേർ ഇതിനോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചിറക്കടവ് SRV NSS കരയോഗം പ്രസിഡന്റും സ്കൂൾ മാനേജറുമായിരുന്ന ഇരിക്കാട്ട് തകടിയിൽ ES മുരളീധരൻ നായർ നിര്യാതനായി. സംസ്കാരം നടത്തി. അറിയിപ്പ്: കേരള കാർഷിക സർവകലാശാലയിലെ ലാൻഡ്സ്കേപ്പിംഗിൽ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് 11-ന് ആരംഭിക്കും. കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് കോഴ്സ് കൈകാര്യം ചെയ്യുന്നത്. താൽപര്യമുള്ളവർ 10-നകം രജിസ്റ്റർ ചെയ്യണം. 22 ദിവസമാണ് കോഴ്സ്. 10 സെക്ഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAUMOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. വെബ്സൈറ്റ് www.claku.in എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. തമ്പലക്കാട് തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 27-ന് കൊടിയേറും. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBCS പദ്ധതി പ്രകാരം വായ്പ എടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി പലിശ, പിഴപ്പലിശ ഇളവുകളോടെ ഡിസംബർ 30 വരെ കുടിശ്ശിക തീർപ്പാക്കാം. വിശദവിവരത്തിന് ഫോൺ 048125600586. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടുന്നു. നടപടി സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത്. പാലാ പൊൻകുന്നം റൂട്ടിൽ കുമ്പാനിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുകൾ കൂട്ടിയിടിച്ചു. 8 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ശബരിമലയിൽ മണ്ഡലപൂജ ബുധനാഴ്ച. സന്നിധാനത്ത് ഭക്തജന തിരക്കേറി. തങ്കഅങ്കി പേടകം സന്നിധാനത്തെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.